ഒടുവിൽ മാതാവും പ്രഭുവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇല്ലാതായി. പ്രഭു മാതാവിനെ സമാധാനിപ്പിച്ചു. ഇതിനെ സമാധാനിപ്പിക്കലെന്നല്ല, തല താഴ്ത്തുക എന്നാണ് പറയേണ്ടത് നന്ദി. ഇതുകൊണ്ടാണ് എനിക്ക് ഗൃഹസ്ഥാശ്രമം നല്ലതാണെന്ന് തോന്നാത്തത്. തെറ്റ് പത്നിയുടേതാണെങ്കിൽ പോലും പതിക്ക് തല താഴ്ത്തേണ്ടതായി വരുന്നു. ഇപ്പോൾ മഹാദേവൻ തല താഴ്ത്തിയതുപോലെ നാരായണന്റെ അവസ്ഥയും ഇതുതന്നെയാണ്. ഗൃഹസ്ഥാശ്രമത്തിന്റെ സത്യം എന്തു തന്നെയായാലും ഇന്ന് ഒരു സത്യം ഉറച്ചതാണ്. എന്താണ്? മഹാദേവന്റെ ഡമരുവിന്റെ ധ്വനി ഇന്ന് കൈലാസത്തിൽ ശിവശക്തിയുടെ മഹാസംഗമത്തിന്റെ അടയാളമാണ് ദേവർഷി. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എല്ലാവരും കൈലാസം ഉപേക്ഷിച്ച് കൈലാസത്തിന് പുറത്ത് മറ്റെവിടെയെങ്കിലും കഴിയേണ്ടതായി വരും. പുഷ്പദന്തൻ പറയുന്നത് ശരിയാണ് ദേവർഷി. മഹാസംഗമ ദിവസം കൈലാസത്തെ പൂർണ്ണമായി ത്യജിക്കണമെന്നത് ഇവിടുത്തെ നിയമമാണ്. അപ്പോൾ നമ്മൾ ഈ നിയമത്തെ പാലിക്കേണ്ടതാണ്. എന്റെ പ്രഭുവിന് അപമാനം സംഭവിച്ചു. ഭവനം നിർമ്മിക്കുന്നതിന് കൈലാസം പൂർണ്ണമായും പുനർനിർമ്മിക്കേണ്ടതാണ്. എങ്കിൽ പുനർനിർമ്മിക്കണം. മഹാദേവ, അങ്ങയുടെ സ്ഥാനം ഉപേക്ഷിച്ച് മറ്റൊരിടം തേടേണ്ടതാണ്. നമുക്ക് പോയേ മതിയാകൂ ഭൃംഗി. നാരദമുനി, അങ്ങ് ഇവിടെ? അങ്ങയുടെ ക്രോധം ഇതുവരെ അടങ്ങിയിട്ടില്ല അല്ലേ? അതേ നാരദമുനി, സ്വന്തം മഹാദേവനെയും കൈലാസത്തെയും അപമാനിക്കുന്നത് ഇനിയും കണ്ടു നിൽക്കാനാകില്ല എനിക്ക്. ചാരമുണ്ടാകണമെങ്കിൽ തീപ്പൊരി ഉണ്ടായേ തീരൂ ഋഷിഭൃംഗി. ഒരു തീപ്പൊരി മാത്രം മതി ഭസ്മമാക്കി മാറ്റാൻ. പക്ഷെ എരിക്കാൻ പോകുന്നത് ഏതെങ്കിലും ശത്രുവിനെ അല്ലല്ലോ. ഇവിടുത്തെ വിഷയം ശിവനും പിന്നെ പാർവതിയുമാണ്. ഇരുവരും ഒരുമിച്ചാണ്. അവരെ വേർപെടുത്തുക എന്നത് അസംഭവ്യമാണ്. അസംഭവ്യമോ? നമ്മുടെ പ്രഭു സ്വയംഭൂവാണ്. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ പരമഭക്തരും. അദ്ദേഹത്തിന് പകരമാകാൻ മറ്റാർക്കും സാധിക്കില്ല. ഇന്ന് ശിവന്റെയും
പാർവതിയുടെയും സംഗമമാണ്. സംഗമോത്സവം. ഇന്ന് നടക്കുന്ന ഈ സംഗമം അവരെ രണ്ടുപേരെയും ഒന്നാക്കുന്നതാണ്. അതുപോലെ തന്നെ അവർ ഒരുപോലെ ശക്തിശാലികളുമാകും. ഒരിക്കലുമില്ല ദേവർഷി, അവർക്ക് രണ്ടുപേർക്കും ഒന്നാകാൻ സാധിക്കില്ല. അവർ രണ്ടുപേരും ഒന്നായിരുന്നുവെങ്കിൽ രണ്ടുപേരിലും സമാനതകൾ ഉണ്ടാകുമായിരുന്നു. അങ്ങനെയെങ്കിൽ പാർവതി മാതാവ് ഭവനം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടുമായിരുന്നോ? ഒരിക്കലുമില്ല. വിശ്വസിച്ചാലും ഇനി മാതാവ് പാർവതി അങ്ങനെ എന്തെങ്കിലും ലീല രചിച്ചാലോ? അതിന്റെ ഫലമായി അവരുടെ ഏകീകൃതമായ സ്വരൂപം പ്രകടമായാലോ? അപ്പോൾ എന്താണ് ചെയ്യുക? ആ ഏകാകൃതമായ സ്വരൂപത്തെ ഛേദിക്കുന്നതാണ്. അങ്ങനെ ഛേദിച്ച് നമ്മുടെ മഹാദേവനെ വേർപെടുത്തുന്നതാണ്. പക്ഷേ മാതാവ് പാർവതിയെ ഒരിക്കലും മാനിക്കുകയില്ല. ഒരിക്കലുമില്ല, മാനിക്കുകയേയില്ല. അതെ വിജയ, ഇന്നത്തെ ഈ മഹാസംഗമം വളരെ വിശേഷപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ അലങ്കാരവും വിശേഷപ്പെട്ടതായിരിക്കണം. ഇന്ന് നമ്മുടെ വളകളും പാദസരവും മാലകളും എല്ലാം വിശേഷപ്പെട്ടതായിരിക്കണം. അതെ പാർവതി, മനസ്സിലായി. എല്ലാം വിശേഷപ്പെട്ടതായിരിക്കും, അതിവിശേഷം. പിന്നെ വിജയ, ഏറ്റവും വിശേഷപ്പെട്ട കാര്യം ഇതാണ്: നമ്മുടെ സഖി ഉമ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മഹാദേവനെ ഗൃഹസ്ഥാശ്രമത്തിന്റെ എല്ലാ അർത്ഥങ്ങളും പഠിപ്പിച്ചു. സത്യമാണ് പറഞ്ഞത് ജയ. അതുപോലെ ഇന്നലെ എന്തൊരു ദേഷ്യമായിരുന്നു മഹാദേവനോട്. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് വിജയ. ദേഷ്യമുണ്ടെങ്കിലും പരസ്പരം അധിക സമയം ദേഷ്യപ്പെട്ടിരിക്കാൻ സാധിക്കില്ല. പാർവതി, ഇന്നത്തെ ഈ രാത്രി അനുഭവത്തിന്റെ രാത്രിയാണ്. ശിവന്റെയും ശക്തിയുടെയും സമാഗമ രാത്രിയാണ്. സാന്നിധ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിനുള്ള രാത്രി. പുരുഷനും പ്രകൃതിക്കും സ്വന്തം സ്വരൂപത്തെ മനസ്സിലാക്കാനുള്ള രാത്രിയാണ്. പാർവതി, ഇന്ന് നമ്മുടെ പ്രണയത്തിന്റെ അസ്തിത്വത്തിന്റെ രഹസ്യം നിന്നിൽ ഉണരുവാൻ പോകുന്ന രാത്രിയാണ്. അസ്തിത്വത്തിന്റെ രഹസ്യമോ? അതേ പാർവതി, ഓരോ സമയത്തും നമ്മൾ അടിക്കടി കണ്ടുമുട്ടുന്നു, അടിക്കടി വേർപിരിയുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ന് കണ്ടുമുട്ടലിന്റെയും വേർപിരിയലിന്റെയും ഇടയ്ക്കിടയ്ക്ക് മാറി മറിയുന്ന ഈ പ്രക്രിയയുടെയും സമാപനത്തിന്റെ രാത്രിയാണ്. ഇന്ന് നീ ഈ പ്രക്രിയയെ മറികടന്നുകൊണ്ട് ശരിയായ അർത്ഥത്തിൽ നമ്മെ സ്വന്തമാക്കും. പിന്നെ എന്നേക്കുമായി നിന്റെ ശിവന്റേത് മാത്രമായി തീരും നീ. നിന്റെ സ്വന്തം സ്വരൂപത്തെ നീ ഇന്ന് മനസ്സിലാക്കുന്നതാണ്.
സ്വരൂപത്തെ മനസ്സിലാക്കലോ? അതെ പാർവതി. ഞാനാണ് പുരുഷൻ, ഞാൻ തന്നെയാണ് സ്ത്രീയും, മാതാവും പിതാവും, പതിയും പത്നിയും, ബാലകനും ബാലികയും എല്ലാം ഞാൻ തന്നെയാണ്. പ്രത്യക്ഷവും ഞാനാണ്, പരോക്ഷവും ഞാനാണ്. പാമരനും ധനികനും, ഭീരുവും ധീരനും, ദിനവും രാത്രിയും, സൂര്യനും ചന്ദ്രനും, വിഡ്ഢിയും ബുദ്ധിമാനും, എല്ലാം ഞാനാണ്. സൃഷ്ടാവും ഞാനാണ്, സംഹാരകനും ഞാനാണ്. മുഴുവൻ പഞ്ചതത്വങ്ങളിലും നാം തന്നെയാണുള്ളത് പാർവതി. ഇതിലെല്ലാം എന്താണോ ലിഖിതമായിട്ടുള്ളത്, ആ ഊർജം, ആ പ്രാണൻ, എല്ലാം ഞാനാണ്. പരംബ്രഹ്മം, പരമജ്ഞാനം, പരമശക്തി, എല്ലാം ഞാനാണ്. ഞാൻ മാത്രമാണ്. ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ നാം ഒന്നുമല്ല. ഇന്ന് ഈ അസ്തിത്വത്തിൽ നീയും ലയിക്കേണ്ടതാണ് പാർവതി. പ്രഭോ, അഥവാ ഇന്ന് അങ്ങയുടെ തൃക്കണ്ണിന്റെ ജ്വാലയെ സഹിക്കേണ്ടതായി വന്നാലും നാം ഈ മഹാസംഗമത്തെ തടയുന്നതാണ്. നിന്റെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു പാർവതി. യാത്രയുടെ അവസാനത്തിനുള്ള സമയമാഗതമായിരിക്കുന്നു പാർവതി. ശിവശക്തികൾ ഒന്നാകാനുള്ള സമയം.
ഭയപ്പെടാതിരിക്കൂ പാർവതി. ആരാ അവിടെ? ആരാണ്? ഋഷിഭൃംഗി ഇവിടെ? ഋഷിഭൃംഗി അങ്ങ് ഇവിടെ ഈ രാത്രിയിൽ? ഇന്ന് മഹാദേവന്റെ മഹാസംഗമത്തിന്റെ രാത്രിയാണ്. അതിനാൽ ഇന്ന് ഇവിടെ ആരും പ്രവേശിക്കാൻ പാടുള്ളതല്ല. രക്ഷിച്ചേ തീരൂ നമ്മുടെ കൈലാസത്തെ. മാറ്റത്തിൽ നിന്ന് രക്ഷിച്ചേ തീരൂ പുഷ്പദന്ത. ഈ മഹാസംഗമത്തെ തടഞ്ഞേ മതിയാകൂ. ഋഷിഭൃംഗി പോയാലും എവിടുന്ന്? എന്നോട് പോകാൻ പറയുന്നു. നീ എന്നോട് പോകാൻ പറയുന്നു. ഞാൻ ഉറക്കെ ഉറക്കെ പറയുകയാണ്, എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മാറ്റം സംഭവിക്കുകയാണ്. ക്ഷമിച്ചാലും ഋഷിവര്യ, ഇവിടെ നിന്നും എന്റെ ശവത്തിൽ ചവിട്ടി മാത്രമേ അങ്ങേക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. പുഷ്പദന്ത, എന്നെ തടയാൻ ആർക്കും സാധിക്കുന്നതല്ല. മഹാദേവന് പോലും സാധിക്കില്ല. ഋഷിഭൃംഗി, നന്ദിയെ വിവരം അറിയിച്ചേ മതിയാകും. ഞാൻ ഈ മഹാസംഗമം നടക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. സ്വന്തം ജീവൻ ബലി കൊടുക്കേണ്ടി വന്നാലും ശരി, ഞാനിത് അനുവദിക്കില്ല. ഞാനിത് സംഭവിക്കാൻ അനുവദിക്കില്ല, ഒരിക്കലും അനുവദിക്കില്ല. എന്റെ മഹാദേവനെ ഛേദിച്ച് മാതാവിൽ നിന്നും വേർപെടുത്തുന്നതാണ്. ഋഷിഭൃംഗി, മാതാവിനോട് നീ ചെയ്ത അധിക്ഷേപകരമായ പ്രവൃത്തി അതിര് കടന്നിരിക്കുന്നു. ഈ തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കാനായി തയ്യാറായിക്കൊള്ളൂ. ഇന്ന് നീ ശിവശക്തിയുടെ സംഗമത്തിൽ മാത്രമല്ല തടസ്സമുണ്ടാക്കിയിരിക്കുന്നത്, അവരെ തമ്മിൽ വേർപെടുത്തുക എന്ന ക്ഷമിക്കാനാകാത്ത അപരാധവും ചെയ്തിരിക്കുന്നു.
നിൽക്കൂ പാർവതി. എന്നെ തടയരുത്. ഋഷിഭൃംഗി മറന്നു പോയിരിക്കുന്നു പഞ്ചതത്വങ്ങളുടെ ശരീരം ശിവശക്തിയുടെ സംഗമത്തിലൂടെ പൂർണ്ണമാകൂ എന്ന്. പുരുഷ തത്വത്തിലൂടെ അസ്ഥിയും മാംസവും പോലുള്ള കഠിനമായ തത്വങ്ങളെ പ്രാപ്തമാവുകയുള്ളൂ. രക്തവും മജ്ജയും പോലുള്ള കോമളമായ തത്വങ്ങൾ ശക്തിയിലൂടെയാണ് പ്രാപ്തമാകുന്നത്.